ഹലോ ഡിയേഴ്സ്, ഇന്ന് ഇഫ്താറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പോകാം. നോമ്പിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് വത്തക്ക ജ്യൂസ്, വത്തക്ക സർബത്ത്, അങ്ങനെ ഡിഫറൻസ് രീതിയിലൊക്കെ ആക്കാറുണ്ട്. പക്ഷെ വത്തക്ക നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോൾ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഇടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഷുഗർ സ്കിപ്പാക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ പപ്പായ ഡിയേഴ്സ്, ഈ നോമ്പ് കാലത്ത് പപ്പായ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇനി കുറച്ച് ഗ്രേപ്സ് വെക്കുന്നുണ്ട്, ടേബിൾ നിറക്കാൻ വേണ്ടിയാണ്. ഈ ടേബിൾ ഫുള്ളായി കാണുമ്പോഴാണ് കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഡിയേഴ്സ്. അപ്പോൾ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് ആൻഡ് ഗ്രീൻ ഗ്രേപ്സ് വെച്ചു. പിന്നെ ഡിയേഴ്സ് തുക്കും പാൽ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കസ്കസ് അല്ല കേട്ടോ, ഗ്രോസറി ഷോപ്പിൽ കേട്ടാൽ കിട്ടും. 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തുക്കും പാൽ നനച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് ആരെങ്കിലും അറിയുന്നവർ പറയാം. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ബനാന ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തിട്ടുള്ള ഏലക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. 1.5 ഗ്ലാസ് ചൂട് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തുക്കും പാൽ കുടിക്കുമ്പോൾ കുറച്ച് ചൂടുണ്ടാവണം, അപ്പോഴാണ് ഇതിന്റെ ഭയങ്കര ടേസ്റ്റ്. ഞാനിവിടെ ഷുഗർ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഡിയേഴ്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഇത്ര സമയത്ത് തുക്കുംപാൽ കുടിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഹെൽത്തിയാണ്, അത് മാത്രമല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ ഹെൽപ്ഫുൾ ആണ്. ഇത് ഡിയേഴ്സ് ബോണ്ടാസ് ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് സബർ ഇല്ലാത്തത് കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ വയ്ക്കുന്നുണ്ട് ഡിന്നറിൻ്റെ കൂടെ. ഫൈനലി കണ്ടില്ലേ ഡിയേഴ്സ്, ഗീലിട്ട് വെച്ചിട്ടുള്ള ഡേറ്റ്സ്, 2 ഗ്ലാസ് വാട്ടർ, തുക്കും പാൽ, പപ്പായ എല്ലാം ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇനി നോമ്പ് വിടാൻ 10 മിനിറ്റ്സ് ഉണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. ഉമ്മ കുട്ടികളെ 5:30 ഇരിപ്പിക്കും ദുവാ ചെയ്യിപ്പിക്കാൻ. വാങ്ങാവുന്നവരെ ദുവാ ചെയ്യിപ്പിക്കും. അവർ ദുവാ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഹാപ്പിയാണ് ഡിയേഴ്സ്.